ഇവിടെ മുതൽ കണ്ടോ, ഇതാ ഹൈലൈറ്റ്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു വണ്ടി എടുത്തായിരുന്നു. The Golf GTI. അതിന്റെ പ്രൈസ് ഓൺ റോഡ് കേരളത്തിൽ വരുന്നത് it's about 10,000 something like that. And if you compare to other states have it lower, so that's probably something our government can look into. എന്ന് പറയുന്നു. അത് അച്ഛനാണോ മോനാണോ എടുത്തത്, സ്വന്തം കാശിനായ കൊള്ളായിരുന്നു. ഇപ്പോഴേ ക്ലാരിഫിക്കേഷൻ തരാം, ഞാൻ ലോൺ എടുത്താണ് വണ്ടി എടുത്തത്. സത്യം എന്ന് വക്കീലേ, തള്ളി തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ, ഇനി തള്ളല്ലേ താങ്ങൂല. അതുകൊണ്ട് നിനക്ക് പണി എടുക്കണ്ടല്ലോ. എന്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എന്റെ അച്ഛന്റെ റിട്ടയർമെന്റ് ലൈഫിനുള്ള പണ്ട് മാധവ് സുരേഷിന്റെ പിതാവ് MP ആയിരിക്കുന്ന സമയത്ത്, രാജ്യസഭയിൽ MP ആയിരുന്നിരുന്ന സമയത്ത് ഇതേ ടാക്സ് കൂടുതലുള്ളതിൻ്റെ കാരണം കൊണ്ട് പുതുതായിട്ട് വാങ്ങിച്ചിട്ടുള്ള ആഡംബര വാഹനം കൊണ്ടുപോയി പോണ്ടിച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തതും ടാക്സ് വെട്ടിച്ചതും പിന്നീട് അത് ന്യൂസായ സമയത്ത് തിരിച്ച് റീ രജിസ്റ്റർ ചെയ്ത് കേരളത്തിലോട്ട് ആക്കിയതൊക്കെ കേരളത്തിലുള്ള എല്ലാ ആളുകൾക്കും അറിയുന്നത് പോലെ. ഇതൊരു ദുഷ്ടനാടോ താൻ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ 67 ലക്ഷം രൂപയുടെ ഒരു വണ്ടി ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ആരുടെയും പ്രിവിലേജ് കൊണ്ടോ അച്ഛൻ്റെ സമ്പാദ്യം കൊണ്ടോ ഒന്നുമല്ല, ഞാൻ ലോൺ എടുത്തിട്ടാണ് വാങ്ങിയിട്ടുള്ളത് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ മാധവൻ്റെ പ്രായമുള്ള ഒരാൾ ചെന്ന് 67 ലക്ഷം രൂപ ലോൺ വേണം വണ്ടി വാങ്ങാനെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാനുള്ള സാധ്യതയുണ്ടോ? ഇതേ സുരേഷ് ഗോപിയുടെ മകനായതുകൊണ്ടും കേന്ദ്രമന്ത്രിയുടെ മകനായതുകൊണ്ടും ഇവർക്ക് കുടുംബത്തിന് കപ്പാസിറ്റി ഉണ്ട് ഇതൊക്കെ തിരിച്ചടയ്ക്കാൻ എന്നുള്ള അതേ പ്രിവിലേജ് കൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ഈ 67 ലക്ഷം രൂപയുടെ ലോൺ അനുവദിച്ചിട്ടുള്ളത്. അപ്പൊ അച്ഛൻ്റെ സൂപ്പർ സ്റ്റാർഡത്തിന്റെയും കേന്ദ്രമന്ത്രിയാണ് എന്നുള്ളതിൻ്റെയൊക്കെ പവർ ഉപയോഗിച്ചിട്ട് അനുവദിച്ച് കിട്ടിയിട്ടുള്ള ലോണിനെ ഇങ്ങനെ അവനവൻ്റെ ഭയങ്കരമായിട്ടുള്ള എന്തോ കഴിവിൻ്റെ പുറത്ത് അംഗീകരിച്ച് കിട്ടിയിട്ടുള്ള സംഭവമാണ് എന്നൊക്കെ വന്നിരുന്ന് ബഡായി വിടുന്ന സമയത്ത് വെറും ഒരു മാധവ് ആയിരുന്നെങ്കിൽ ഇതൊന്നും കിട്ടില്ല എന്നും മാധവ് സുരേഷ് ഗോപിയുടെ മകനായതുകൊണ്ടാണ് ഇതൊക്കെ കിട്ടുന്നത് എന്നും ചിന്തിക്കാനുള്ള ഒരു സാമാന്യ ബോധമെങ്കിലും ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാണ്. പുരുഷന്മാരെ മൊത്തം അവമാനിക്കാണ്ട് തന്നെ പോലെ ഒറ്റ മതിയല്ലോ. ഇനി ഇവിടെ നിന്ന് ഇതിലും വലുത് കേൾക്കേണ്ടി വരുമ്പോ